Hi friends, Indian corporate ചരിത്രത്തിലെ ഏറ്റവും വലിയ മെർജറാണ് HDFCയും ബാങ്കും തമ്മിലുള്ള ലയനം. പാരന്റ് കമ്പനിയായ HDFC ഇന്ത്യയിലെ നമ്പർ 1 ബാങ്കായ HDFC ബാങ്കിൽ ലയിക്കുമ്പോൾ ഹോം ലോൺ ബിസിനസ് രംഗത്തെ നമ്പർ 1 കമ്പനിയായ HDFC എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. പല ഇൻഡെക്സുകളിലും ഇടം പിടിച്ചിട്ടുള്ള HDFC ഡീലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇൻഡെക്സുകളിൽ ഉയർന്നു വരാൻ പോകുന്ന ഒഴിവുകളിലേക്ക് പുതിയ സ്റ്റോക്കുകൾ കടന്നു വരേണ്ടതുണ്ട്. അത്തരം ഇൻഡെക്സുകൾ ഏതാണെന്നും പുതുതായി കടന്നു വരുന്ന സ്റ്റോക്കുകൾ ഏതെല്ലാമാണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നിഫ്റ്റി 50 ഇൻഡെക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളാണ് ഈ ഇൻഡെക്സിൽ ഉണ്ടാവുക. ഏതൊരു സ്റ്റോക്കിന്റെയും സ്വപ്നമാണ് നിഫ്റ്റി 50യിൽ കടന്നുകൂടുക എന്നുള്ളത്. അപ്പോൾ HDFC നിഫ്റ്റി 50യിലെ ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്കായിരുന്നു. അപ്പോൾ HDFC മേർജർ നടക്കുന്നതോടുകൂടി HDFC ഈ ഇൻഡെക്സിൽ ഇല്ലാതാവുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ മറ്റൊരു കമ്പനി കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വരുന്ന കമ്പനിയാണ് L&T മൈൻട്രി എന്ന് പറയുന്ന കമ്പനി. ലാർസൺ ആൻഡ് ടൂബ്രോ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയും മൈൻട്രി എന്ന കമ്പനിയും ചേർന്നുകൊണ്ട് ഈ അടുത്ത് നടന്ന മേർജറിലൂടെ ആ കമ്പനി വലിയൊരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. വലിയൊരു IT കമ്പനിയായി മാറിയിരിക്കുകയാണ്. മാർക്കറ്റ് ക്യാപ്പ് 1,55,000 കോടിയുള്ള ഈ ഒരു IT കമ്പനി പ്രധാനമായ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഡിജിറ്റൽ സൊല്യൂഷൻസ്, പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്, അതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സർവീസസ്, എന്റർപ്രൈസ് സൊല്യൂഷൻസ്, അങ്ങനെ IT മേഖലയിലെ എല്ലാ മേഖലയിലും വലിയ സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് LTI മൈൻട്രി എന്ന് പറയുന്ന ഈ കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 0.09 മാത്രമാണ് ഇതിന്റെ ഡെറ്റ്. ROE എന്ന് പറയുന്നത് 28.5, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ROE ആണ്. എന്തുകൊണ്ട് നിഫ്റ്റി 50ക്ക് യോജിച്ച ഒരു കമ്പനിയാണ് LTI മൈൻട്രി. ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഹൈ വേർഡിൽ 7,595 രൂപയാണ്. ഇപ്പൊ കറണ്ട് ഇത് ട്രേഡ് ചെയ്യുന്ന 5,175 രൂപയ്ക്കാണ്. അപ്പോൾ നല്ലൊരു പൊട്ടൻഷ്യൽ അപ്വേർഡിലേക്ക് ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ ഇത് ഒരു റേഞ്ചിലാണെങ്കിലും അക്യുമുലേഷൻ സ്റ്റേജിലാണെങ്കിലും ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് എന്തായാലും ഈ സ്റ്റോക്കിൽ ഭാവിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ NSE ലിസ്റ്റ് ചെയ്ത 51 മുതൽ 100 വരെയുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളെയാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുക. ഇതുവരെ നിഫ്റ്റി നെക്സ്റ്റ് 50യിലുണ്ടായ L&T മൈൻട്രി ഇപ്പോൾ നിഫ്റ്റി 50യിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അവിടെ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. ഈ ഒഴിവിലേക്ക് വരാൻ പോകുന്ന സ്റ്റോക്കാണ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന് പറയുന്ന കമ്പനി. ഇതോടെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത ടോപ്പ് 100 കമ്പനികളിൽ ഒന്നായിട്ട് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ മാറുകയാണ്. അപ്പോൾ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു സ്റ്റീൽ സെഗ്മെന്റിലുള്ള പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിംഗ് മാർക്കറ്റ് ലീഡറാണ്. കൂടാതെ ഇവർക്ക് ഇന്റർനാഷണൽ ലെവലിൽ നല്ലൊരു ഗ്ലോബൽ പ്രസൻസ് ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, മൊറീഷ്യസ്, മഡഗാസ്കർ, നമീബിയ, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ നല്ല സാന്നിധ്യമുള്ളൊരു കമ്പനിയാണ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 61,000 കോടിയാണ്. PE റേഷ്യോ 19.35, അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി 0.34, ROE വളരെ കുറവാണ്. അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ROE അല്ല. പിന്നെ ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് 50യിലേക്കുള്ള ഇതിന്റെ കടന്നുവരവിന്റെ വാർത്ത വന്നതോടുകൂടി നല്ലൊരു മൂവ്മെന്റ് ആണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ 612 ഇപ്പോൾ അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇന്നത്തെ ദിവസം 612 ആണ്. അത് 796 ഓൾ ടൈം ഹൈ. ഏതായാലും ഈ സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് നമുക്ക് എന്തായാലും തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ആണ്. അപ്പോൾ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ 101 മുതൽ 250 വരെയുള്ള 150 കമ്പനികൾ ഉൾപ്പെട്ട ഇൻഡെക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ്. ഈ ഇൻഡെക്സിലായിരുന്നു മുമ്പ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നിഫ്റ്റി നെക്സ്റ്റ് 50യിലേക്ക് പോയപ്പോൾ ആ സ്ഥാനക്കയറ്റം അതിന് കിട്ടിയപ്പോൾ ഈ മിഡ് ക്യാപ്പിൽ വന്ന ഒഴിവിലേക്ക് ഇപ്പോൾ പരിഗണിക്കുന്ന സ്റ്റോക്ക് മാൻകൈൻഡ് ഫാർമ എന്ന് പറയുന്ന കമ്പനിയാണ്. 2023 ഈ വർഷം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് IPOയിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ് മാൻകൈൻഡ് ഫാർമ. പക്ഷെ ഇത് വലിയൊരു കമ്പനി ആയിരുന്നു, ലിസ്റ്റ് ചെയ്യാൻ അവർ വൈകി എന്ന് മാത്രം. 1991 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈ കമ്പനി പ്രത്യേകിച്ച് ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത്, ഫാർമ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറേഴ്സ് ആണ്. ഇവരുടെ ഫോർമുലേഷൻസ് വളരെയധികം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു ഫോർമുലേഷൻസ് ആണ്. അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾക്ക് ഇവരുടെ ഫോർമുലേഷൻസ് വളരെയധികം ഡിമാൻഡുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ, കൂടാതെ ഇവർ കൺസ്യൂമർ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളും ധാരാളമായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 67,000 കോടി രൂപയാണ്. PE റേഷ്യോ അതുപോലെ മറ്റ് പല റേഷ്യോകൾ ഇതിന് അപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഒരു 3 മാസം മാത്രമേ ഇതിൻ്റെ ഹിസ്റ്ററി ഉള്ളൂ.
ഓക്കെ. കൂടാതെ ഇതിൻ്റെ ROE വളരെ അട്രാക്റ്റീവാണ്. 18.86% നല്ലൊരു ROE ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1700 ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IPO ലിസ്റ്റ് ചെയ്ത കമ്പനി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഹൈയിലേക്ക് സ്വാഭാവികമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊരു കറക്ഷൻ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കറക്ഷനിൽ നമുക്ക് വാങ്ങുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഫൈനാൻഷ്യൽ രംഗത്തുള്ള ബാങ്കുകൾ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇങ്ങനെയുള്ള ഒരു വലിയൊരു തീം, ഫൈനാൻഷ്യൽ തീമിൽ ഉൾപ്പെട്ട എല്ലാ സ്റ്റോക്കുകളുടെയും ഒരു ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സിൽ 20 സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത 20 സ്റ്റോക്കുകളാണ് ഈ ഇൻഡെക്സിൽ ഉണ്ടാകുക. അതിൽ HDFC ഉണ്ടായിരുന്നു. അപ്പോൾ HDFC ഇപ്പോൾ ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി അവിടെ വരുന്ന ഒഴിവിലേക്ക് വരുന്നത് LIC ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയാണ്. അപ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് കമ്പനി എന്ന് പറയുന്നതും ഒരു വലിയൊരു കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ലെൻഡിങ് ബിസിനസ്സിലാണുള്ളത്. പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ്, അതുപോലെ ഹൗസിംഗ് പ്രോപ്പർട്ടീസ്, അതുപോലെ കമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് ഒക്കെ ഈ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. മാർക്കറ്റ് ക്യാപ്പ് 21,000 കോടിയാണ്. പി റേഷ്യോ 7.1. വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. ഇതിൻ്റെ ROE പക്ഷേ 11.13 മാത്രമേ ഉള്ളൂ. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ROE അല്ല. ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയുണ്ട്. ഒരു അപ് ട്രെൻഡിലാണ് ഇതുവരെ സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു നല്ലൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. എങ്കിലും ഇതിന്റെ ROE അത്ര അട്രാക്റ്റീവ് അല്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. മറ്റൊന്ന് അടുത്ത അടുത്ത ഇൻഡെക്സ് പ്രധാനമായിട്ടുള്ളത് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് എക്സ് ബാങ്ക് ഇൻഡെക്സ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിഫ്റ്റി ഫൈനാൻഷ്യൽ ഇൻഡെക്സിൽ ഈ ബാങ്കുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് എക്സ് ബാങ്ക് ഇൻഡെക്സ്. എക്സ് ഉദ്ദേശിക്കുന്നത് എക്സ്ക്ലൂഡഡ് അല്ലെങ്കിൽ അക്സെപ്റ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ നിന്ന് ബാങ്കിങ് സ്റ്റോക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിക്കുന്ന ഇൻഡെക്സ് ആയ ഇതിൽ HDFC മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അധികം വെയിറ്റേജ് HDFCക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു ഇൻഡെക്സിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് HDFC ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി ഇവിടേക്ക് കടന്നു വരുന്നത് പൂനാവാല ഫിൻകോർപ്പ് എന്ന് പറയുന്ന ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ്. അപ്പോൾ പൂനാവാല ഫിൻകോർപ്പ് എന്ന് പറയുന്നത് RBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഫൈനാൻസ് കമ്പനിയാണ്. ഇവർ ജനറൽ ഇൻഷുറൻസ് സർവീസസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 27,557 കോടിയാണ്. പി റേഷ്യോ 40, വളരെ ഹൈ PE ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി 1.63 ആണ്. ഒരു ലെൻഡിങ് കമ്പനിയെ സംബന്ധിച്ചത് ഒരു നല്ലൊരു ഡെപ്റ്റ് ഇക്വിറ്റിയാണ്. ROE 8.81 ആണ്. അത്ര അട്രാക്റ്റീവ് അല്ല. ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഔട്ട് ഓൾറെഡി നൽകി കഴിഞ്ഞു. നല്ലൊരു അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഇൻഡെക്സ് നിഫ്റ്റി ഹൗസിംഗ് ഇൻഡെക്സ് ആണ്. അതായത് ഹൗസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും, അതിപ്പോൾ ഒരു വീട് ഉപയോഗിക്കുന്ന സിമെന്റ് സെക്ടർ ആയാലും, പെയിന്റ്, അതുപോലെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ, ഹൗസിംഗ് ബാങ്കുകൾ, അതുപോലെ ഹോം അപ്ലയൻസസ് നിർമ്മിക്കുന്ന കമ്പനികൾ, അതുപോലെ വീടുകളിൽ ഉള്ളിൽ ഉപയോഗിക്കുന്ന മറ്റ് ഫർണിച്ചറും ഹൗസിംഗ് ബേസൊക്കെ ഉണ്ടാകുന്ന കമ്പനികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഹൗസിംഗ് ഇൻഡെക്സ്. അപ്പോൾ ഈ ഹൗസിംഗ് ഇൻഡെക്സിലും HDFC ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഹൗസിംഗ് ഫിനാൻസ് മേഖലയിലുള്ള ഒരു പ്രധാന കമ്പനി എന്ന നിലയിൽ HDFC എല്ലാ ഇങ്ങനെയുള്ള ഇൻഡെക്സിലൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഇൻഡെക്സ് ഈ HDFC ഇല്ലാതാകുമ്പോൾ ഈ ഒഴിവിലേക്ക് കടന്നു വരുന്നത് ഫിനിക്സ് മിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഫിനിക്സ് മിൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സിറ്റികളിലും മാളുകളൊക്കെ ഉള്ള ഒരു വലിയ കമ്പനിയാണ്. ഇവർക്ക് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് മാത്രമല്ല, ഈ ഹോട്ടൽ ബിസിനസ്സിലും ഇവർക്ക് കാര്യമായ ഒരു സാന്നിധ്യമുണ്ട്. കൂടാതെ ഇവർ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സിറ്റികൾ, ഏകദേശം 9 മാളുകളും 6 സിറ്റികളിലായിട്ട്, മെട്രോ സിറ്റികളായിട്ട് ഇവർക്കുണ്ട്. വലിയൊരു 2.11 മില്യൺ സ്ക്വയർ മീറ്റർ സ്പേസ്, റെന്റൽ സ്പേസ് ഉള്ള ഒരു വലിയ കമ്പനിയാണ് ഈ ഫിനിക്സ് മിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് 28,000 കോടി രൂപയാണ്. PE റേഷ്യോ 22.2 ആണ്. ഇതിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി 0.51 ആണ്. ROE 17.8. വളരെ നല്ലൊരു ROE ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കമ്പനി തീർച്ചയായും പരിഗണിക്കപ്പെടാവുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് മൂവ്മെന്റ്, ഈ ഇടയ്ക്ക് ഒരു ഡിപ്പ് ഈ സ്റ്റോക്കിൽ വന്നിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ ഇൻഡെക്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ടായിരിക്കാം നല്ലൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് നിഫ്റ്റി കോർ ഹൗസിംഗ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നിഫ്റ്റി ഹൗസിംഗ് ഇൻഡെക്സിൽ നിന്നും വ്യത്യസ്തമായി 30 സ്റ്റോക്കുകൾ മാത്രമുള്ള
ഒരു ഇൻഡെക്സ് ആണ് ഈ പറയുന്ന ഈ നിഫ്റ്റി കോർ ഹൗസിംഗ് ഇൻഡെക്സ്. ഇതിൽ ഈ പറയുന്ന ഈ ഹൗസിംഗ് മേഖലയിലുള്ള കോർ എല്ലാ സെക്ടറിൽ നിന്നും ഇതിൽ സ്റ്റോക്കുകൾ ഇവർ സെലക്ട് ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഹൗസിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സിമെൻറ്റ് സ്റ്റോക്കുകളായാലും അല്ലെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ഷൻസ് ഇതായാലും അതുപോലെ ഈ ഹോം ലോൺ കമ്പനികളായാലും അത്തരം കമ്പനികളെ മാത്രം സെലക്ട് ചെയ്യുന്നുള്ള ഇൻഡെക്സ് ആയിരുന്നു. അതിൽ HDFC ഉണ്ടായിരുന്നു. ആ HDFC അതിൽ നിന്ന് പോകുമ്പോൾ അവിടെ കടന്നു വരുന്ന ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിട്ട് പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് 250ഓളം ബിൽഡിങ്ങൾ അവർ ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് ഓഫീസ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള കാര്യങ്ങൾ, അതുപോലെ ബാംഗ്ലൂർ, മൈസൂർ, ചെന്നൈ, അഹമ്മദാബാദ്, ഹൈദരാബാദ്, കൊച്ചി പോലുള്ള മെട്രോ സിറ്റികളിൽ ധാരാളം റെൻ്റൽ സ്പേസ് ഉള്ള ഒരു വലിയ കമ്പനിയാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 13,000 കോടിയാണ്. 44.9 പി റേഷ്യോ വളരെ ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി 1.43 ആണ്. ROE 9.47 ആണ്. അപ്പോൾ ഒരു ആവറേജ് കമ്പനി ആയിട്ട് മാത്രമേ ഇത് ഫീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണെങ്കിൽ ഈ അടുത്തൊരു ബ്രേക്ക്ഔട്ട് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് റീട്രേസ് ചെയ്യാനാണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഭാവിയിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, നിഫ്റ്റി ഹൈ ബീറ്റ 50 എന്ന് പറയുന്ന മറ്റൊരു ഇൻഡെക്സ് ഉണ്ട്. ഈ ഇൻഡെക്സ് എന്ന് പ്രധാനമായിട്ടും ഒരു സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റി അളക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെഷറാണ് ബീറ്റ. അതായത് ഒരു സ്റ്റോക്ക് വല്ലാതെ അപ്സൈഡ് പോവുകയും വല്ലാതെ ഡൗൺ സൈഡും പോകാതെ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു സ്റ്റെബിലിറ്റി പ്രദാനം ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീറ്റ ഇവിടെ ഏറ്റവും അധികം ഒരു മാനേജബിൾ ബീറ്റ ലെവലിലുള്ള കമ്പനികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഡെക്സ് ആണ് ഹൈ ബീറ്റ 50 എന്ന് പറയുന്ന 50 കമ്പനികളുടെ ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ HDFC ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് HDFC അവിടെ നിന്ന് പോയപ്പോൾ ഇവിടത്തേക്ക് കടന്നു വരുന്നത് അംബുജ സിമെൻറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. അംബുജ സിമെൻറ്റ് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ലീഡിംഗ് സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഇന്റർനാഷണൽ ടൈപ്പ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു ലഫാർജ് ഹോൾസിം എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ഒരു ടൈപ്പിലൂടെ 70 കൺട്രികളിലൊക്കെ പ്രസൻസ് ഉള്ള ഒരു വലിയ കമ്പനിയാണ് അംബുജ. 85,000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ പി റേഷ്യോ ഇപ്പോൾ വളരെ ഹൈ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി 0.02. നമുക്കറിയാം അംബുജ സിമെന്റ് ഈ അടുത്ത കാലത്ത് അദാനി ഏറ്റെടുത്തത് കൂടിയാണ് നല്ലൊരു മൂവ്മെന്റ് ഈ അംബുജ സിമെന്റിൽ ഉണ്ടായത്. പക്ഷേ ഈയിടെ അദാനി സ്റ്റോക്കിലുണ്ടായ വിവാദം കാരണം അത് താഴോട്ട് പോയിരുന്നു. പക്ഷെ വീണ്ടും അതൊരു എന്താ പറയുക റിക്കവർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അംബുജ സിമെന്റിന്റെ ഈ ഓൾ ടൈം ഹൈ പ്രൈസ് എന്ന് പറയുന്നത് 598 ആണ്. അപ്പോൾ അതിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അംബുജ സിമെന്റും ഒരു പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഒരു സ്റ്റഡി പർപ്പസ്, ഇൻഡെക്സുകളും ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചുമുള്ള ഒരു സ്റ്റഡി പർപ്പസ് എന്ന ഒരു നിലയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബൈങ് ലെവലൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് എൻട്രി എടുക്കാവുന്നതാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഫണ്ടമെന്റലി വലിയ കുഴപ്പമില്ലാത്ത സ്റ്റോക്കുകളാണ്. അപ്പോൾ കൂടുതൽ പഠന വിധേയം ആക്കിക്കൊണ്ട് റിസർച്ച് ചെയ്തുകൊണ്ട് മാത്രം ഇതിൽ എൻട്രി ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.